ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയെ മോദി ചാക്കിലാക്കിയോ? പ്രധാനമന്ത്രിയും കാന്തപുരവും തമ്മിലുള്ള കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. കാന്തപുരം ഉസ്താദിനെ ദേശീയ മുസ്ലിം മുഖമാക്കാൻ നരേന്ദ്രമോദിക്ക് പദ്ധതി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരം. അറബ് നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ മോദി കാന്തപുരം സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും കൂടിക്കാഴ്ച നടത്തിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. മുസ്ലിം സമുദായത്തെ BJPയുമായി അടുപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ ദീർഘകാല ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷവുമായി കാന്തപുരം വിഭാഗം അകൽച്ചയിലാണെന്ന സൂചനകൾ നിലനിൽക്കെ ഡൽഹിയിൽ കാന്തപുരത്തിന് ലഭിച്ച ഉജ്ജ്വല സ്വീകരണം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടലുകൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ അറിയിച്ചതായാണ് വിവരം. അജിത് ഡോവലിന്റെ സാന്നിധ്യം ഈ നീക്കങ്ങൾക്ക് നയതന്ത്രപരമായ ഗൗരവം നൽകുന്നു. നിമിഷപ്രിയ കേസിലെ ചർച്ചകളായതുകൊണ്ടാണ് ഡോവൽ എത്തിയതെന്നാണ് സൂചന. യമൻ സർക്കാരുമായി ഡോവലും നിരന്തരം ഇടപെടുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. ഇതിന്റെ സാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് മോദിയും കാന്തപുരവും തമ്മിൽ കണ്ടത്. ഇന്ത്യയിൽ മുസ്ലിം സമുദായം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടിക്കാഴ്ചയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന അഭിപ്രായം കാന്തപുരം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൽഹി നയതന്ത്രത്തിന് പിന്നാലെ കാന്തപുരം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഭാരതത്തിന്റെ വികസനത്തിനായി എല്ലാവരും കൈകോർക്കണമെന്നും സമാധാനവും ഐക്യവുമാണ് ഇപ്പോഴത്തെ ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ നിർണായകമായി കാന്തപുരത്തിന്റെ ഈ വാക്കുകൾ മാറും. BJPക്കും കേന്ദ്ര സർക്കാരിനും ഏറെ ഗുണകരമായി ഇത് മാറുകയും ചെയ്തു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തികഞ്ഞ സംതൃപ്തിയാണ് കാന്തപുരം പ്രകടിപ്പിച്ചത്. കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ച വളരെ മികച്ചതായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ Xൽ കുറിച്ചു. വിവിധ വിഷയങ്ങളിൽ തങ്ങൾ ദീർഘനേരം ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാന്തപുരത്തെ ദേശീയ മുസ്ലിം മുഖമായി ഉയർത്തിക്കാട്ടാനുള്ള BJP നീക്കത്തിന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനകൾ കൂടുതൽ കരുത്തുപകരും. കോഴിക്കോട്ടെ മർക്കസ് ആസ്ഥാനത്ത് മോദി ഉടൻ എത്തുമെന്നും സൂചനയുണ്ട്. വഖഫ് ബോർഡ്, SIR വിഷയങ്ങളിൽ ഇടതുപക്ഷവുമായി അകൽച്ചയിലുള്ള കാന്തപുരം വിഭാഗം കേന്ദ്ര ഭരണകൂടവുമായി നേരിട്ട് സംവാദത്തിന് തയ്യാറായത് വരും ദിവസങ്ങളിൽ കാന്തപുരം സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ LDFനും UDFനും ഒരുപോലെ നിർണായകമാകും. കേരളത്തിലെ പ്രബല സുന്നി വിഭാഗം നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ദേശീയ മുസ്ലിം മുഖമായി അംഗീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രവുമായുള്ള ഈ പുതിയ അടുപ്പം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നീക്കങ്ങൾ ഇനിയും തുടരുമെന്നാണ് സൂചന. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുള്ളിൽ സ്വാധീനം ഉറപ്പിക്കാൻ BJP നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗം കൂടിയാണിത്. കടുത്ത സലഫി വഹാബി ആശയങ്ങളോട് വിയോജിക്കുന്ന സുന്നി വിഭാഗങ്ങളുമായി, പ്രത്യേകിച്ച് സൂഫി പാരമ്പര്യമുള്ള AP വിഭാഗവുമായി ആശയവിനിമയം നടത്തുകയെന്നത് BJPയുടെ ദേശീയ നയമാണ്. കാന്തപുരത്തെ പ്രശംസിക്കുന്നതിലൂടെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം വിശ്വാസികളിലേക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ മോദി ലക്ഷ്യമിടുന്നു.